ഒന്ന് എ ബാക്ക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്, അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിന്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ വിത്ത് പാകിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ്. എന്നെ മാനസിക സംഘർഷത്തിലും വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത് എ ബാക്ക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കൂ. അറിയാൻ മേലാത്തവർ കുറച്ച് ഒരു ചാനലിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ലോ മോഷൻ ഷോർട്സും കാണിച്ച് എന്നെ ചിത്രീകരിക്കുമ്പോൾ ഞാനിപ്പോഴും പറയാൻ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല. എൻ്റെ ലൈഫ് വേറെയാണ്. എന്നെ അറിയാതെ ആരും ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു നടി രേഖ രതീഷ് തനിക്കെതിരെ യൂട്യൂബേഴ്സ് നടത്തുന്ന വ്യക്തിഹത്യക്കും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളുടെ തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അത് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അതിനെതിരെ അനുകൂലമായും അതുപോലെ തന്നെ പ്രതികൂലമായും ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. കലാമണ്ഡലം സത്യഭാമ വളരെ മോശകരമായ രീതിയിൽ അതിനെക്കുറിച്ച് പ്രതികരിച്ചു. സാരി മാറ്റുന്നത് പോലെ ജീവിതത്തിൽ ഭർത്താക്കന്മാരെ മാറ്റിയാൽ ചെറുപ്പക്കാർ തീർച്ചയായിട്ടും റോക്കറ്റിൽ കെട്ടി ബഹിരാകാശത്തേക്ക് വിടും എന്നുവരെയുള്ള പ്രതികരണങ്ങൾ സത്യഭാമ നടത്തുന്നു നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കാം. അതിൻ്റെ മുന്നേ തീർച്ചയായിട്ടും എല്ലാ യൂട്യൂബേഴ്സിനെയും കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത് എന്നും ഒരു പറ്റം യൂട്യൂബേഴ്സ് എന്നാണ് പറഞ്ഞത് എന്നും അവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ന് നടി രേഖ രതീഷ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ DGPക്കും പരാതി കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വലിയ ഒരു അപ്ഡേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ മറുനാടൻ മലയാളി അടക്കമുള്ളവരെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നടി രേഖ രതീഷ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നടി രേഖ രതീഷ് തീർച്ചയായിട്ടും വിശദീകരണ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത്തരം ഒരു വീഡിയോ പങ്കുവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോട്ടസ് ലോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സാരി കച്ചവടം നടി രേഖ രതീഷ് തുടങ്ങാൻ വേണ്ടി പോകുന്നതിൻ്റെ അതിൻ്റെ ഒരു പ്രൊമോഷൻ രീതി തീർച്ചയായിട്ടും വളരെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ പങ്കുവെച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെതിരെ യൂട്യൂബേഴ്സ് വീണ്ടും വീഡിയോ ചെയ്തത്. നമുക്ക് എന്താണ് രേഖ രതീഷിനെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയെക്കുറിച്ചും അതുപോലെ തന്നെ ആരാണ് അവരെ വ്യക്തിപരമായിട്ട് വേട്ടയാടുന്നത് എന്നതിനെക്കുറിച്ചും തീർച്ചയായിട്ടും ചാനലിൻ്റെ പേരുകളടക്കം രേഖ രതീഷ് ഇപ്പോൾ പുറത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കാണാം. ഇത്രയും പേര് എനിക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട CM ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നലെ 3 മണിക്ക് ഞാൻ CM ഓഫീസിൽ ചെന്നു. എൻ്റെ പരാതികൾ ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മേ ബി അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പറയിപ്പിച്ചത്. അതാരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ. ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രഷർ മാറുന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരുമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതെൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു. അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത്. ഇൻസ്റ്റ മുഖേനയാണോ ഇത് അറിയിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു. ഇൻസ്റ്റ മുഖേന അല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം കമ്മീഷണർ ഓഫീസും പോലീസ് സ്റ്റേഷനും വർഷങ്ങളോളം കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ഒന്നും നേട്ടം കിട്ടിയിട്ടില്ല. പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകനുമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഈ ഒരു 3 മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവലിൽ എത്തിച്ചു എന്നെ. എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞില്ല എന്ന് വെച്ചു. 10-20 പേരുണ്ട്. ഞാൻ എങ്ങനെ പറയും? ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. 1, 2, 3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എ ബാക്ക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്, അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിന്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ വിത്ത് പാകിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ്. എന്നെ മാനസിക സംഘർഷത്തിലും വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത് എ ബാക്ക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അങ്ങറ്റമായിരുന്നു അത്. ഞാനും എൻ്റെ മകനും വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അമ്മ എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ബ്രദറെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യേണ്ട, പക്ഷെ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പോയിക്കോട്ടെ.
ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ്. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മെസ്സേജുകളും കോൾസും തിരിച്ചു ചെയ്തിട്ടുണ്ട്. എന്റെ സഹപ്രവർത്തകർ, എന്നെ വിളിച്ചവർ എല്ലാവർക്കും ഞാൻ 1000 നന്ദികൾ പറയുന്നു. എന്നെ മാത്രമല്ല, ഇതുപോലുള്ള എന്റെ ഫീൽഡിലുള്ള എന്റെ സഹപ്രവർത്തകരെ ക്രൂരമായി ക്രൂശിക്കുന്ന തംബ്നെയിൽസും കാര്യങ്ങളും ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത്. അപ്പോൾ തീർച്ചയായിട്ടും രേഖ രതീഷ് പറഞ്ഞ് നിങ്ങൾ കേട്ടു കാണും. വളരെ വ്യക്തമായിട്ട് ചാനലിന്റെ പേരുകൾ അടക്കം പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അതിൽ പ്രധാനപ്പെട്ട 4-5 ചാനലിന്റെ പേരുകൾ തീർച്ചയായിട്ടും രേഖ രതീഷ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടു കാണും. അതിൽ വളരെ മോശകരമായ ചില കമന്റുകൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലെല്ലാം സ്റ്റോറികളും അതുപോലെ തന്നെ വീഡിയോകളും കണ്ടുകൊണ്ട് സ്വന്തം മകൻ അവരോട് വന്ന് ചോദിക്കുകയാണ്, സാരി മാറ്റും പോലെ ഭർത്താക്കന്മാരെ മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വരെ ഒരു അമ്മയോട് ഒരു മകൻ വന്ന് ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു മാനസികാവസ്ഥ എത്രമാത്രം കഠിനമാണ് എന്ന് തീർച്ചയായിട്ടും അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കൂ. അത്തരത്തിൽപ്പെട്ട യൂട്യൂബേഴ്സിനെതിരെ തീർച്ചയായിട്ടും നടപടി ആവശ്യപ്പെടുക എന്ന് പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് തികച്ചും ന്യായമായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ 1, 2, 3, 4 ഇനി 5 തീർച്ചയായിട്ടും ഭർത്താക്കന്മാരെ, ഒരു ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് അവർ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കുന്നത്. അത് ഇന്ത്യൻ നിയമപ്രകാരം എവിടെയും കുറ്റാർഹമായ ഒരു കാര്യമേ അല്ല. പിന്നെ അവർ നിയമപ്രകാരമാണ് എല്ലാ ജീവിതവും അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതും. തീർച്ചയായിട്ടും അതിലൊന്നും നമ്മളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യവുമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ കയറി ഇടപഴകുന്നത്? തീർച്ചയായിട്ടും അവർ സെലിബ്രിറ്റിയാണ്. അത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അഭിപ്രായം പറയാൻ അവരുടെ പ്രേക്ഷകർ എന്ന നിലയ്ക്ക് എല്ലാവർക്കും അധികാരമുണ്ട്. പക്ഷേ ആ അഭിപ്രായങ്ങൾ ഒരിക്കലും അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്ന കോലത്തിലേക്ക് പോകാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഒരു അഭിപ്രായം. അത് തന്നെയാണ് രേഖ രതീഷ് പറയുന്നത്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയുകയില്ല എന്നും, നിങ്ങൾ സ്ലോ മോഷനിലെ കുറച്ച് വീഡിയോകളും ഫോട്ടോസുകളും ഇട്ടുകൊണ്ട് തമ്പനയിലും കൊടുത്തുകൊണ്ട് വളരെ മോശകരമായ രീതിയിൽ, വളരെ വൃത്തികെട്ട രീതിയിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നത് നമ്മളും കണ്ടിട്ടുണ്ട്. അത് നിർത്തണമെന്ന് തന്നെയാണ് രേഖ രതീഷിൻ്റെ ഒരു ന്യായമായ ആവശ്യം. തീർച്ചയായിട്ടും വളരെ കാര്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് മുഖ്യമന്ത്രിയും DGPയും തീർച്ചയായിട്ടും അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നും അവരെ സ്വീകരിച്ച രീതിയിലും എല്ലാം തന്നെ അവർക്ക് വളരെ മാനസിക സന്തോഷത്തിലാണ് അവരുടെ പ്രതികരണം ഉണ്ടായത്. പക്ഷേ ഇത്തരത്തിൽപ്പെട്ട ഒരു പ്രതികരണങ്ങളെല്ലാം നമ്മുടെ രേഖ രതീഷിൻ്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ വളരെ വലിയ ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ ഒരു കമൻറ്റുമാണ് നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ഞാൻ അവരുടെ വാക്കുകൾ ഇതിൻ്റെ സൈഡിൽ ഇവിടെ കൊടുക്കാം. ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. രേഖ രതീഷിനെതിരെ വിമർശിച്ചും ഒപ്പം ഉപദേശം നൽകിയും രംഗത്തെത്തിയിരിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. സോഷ്യൽ മീഡിയയിൽ ബുള്ളിംഗ് നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതയാണോ നിങ്ങൾ എന്നാണ് സത്യഭാമ ചോദിക്കുന്നത്. 5 കല്യാണം സാരി മാറുന്ന പോലെ നടത്തിയാൽ പിള്ളേർ വെറുതെ ഇരിക്കുമോ? എപ്പോൾ കയറ്റിവിട്ടെന്ന് ചോദിച്ചാൽ പോരെ? റോക്കറ്റിൽ നിങ്ങൾ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടാണ് ഇത്രയും ടെൻഷൻ. കുറച്ച് നാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ഹാപ്പിയായിരിക്കൂ, എല്ലാം റെഡിയാകും, ഓക്കെ എന്നായിരുന്നു സത്യഭാമയുടെ വാക്കുകൾ എന്നാണ് പറയുന്നത്. കാരണം കല്യാണം കഴിക്കുന്നത് സാരി മാറും പോലെ ആയിക്കഴിഞ്ഞാൽ പുതിയ ചെക്കന്മാർ തീർച്ചയായിട്ടും നോക്കിയിരിക്കില്ല, റോക്കറ്റിൽ കയറ്റി ബഹിരാകാശത്തേക്ക് വിടുമെന്നാണ് സത്യഭാമ ഈ നടി രേഖ രതീഷിനെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ചു കാലം മൊബൈലെല്ലാം ഓഫാക്കി സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിന്നാൽ മാനസിക സുഖം കിട്ടുമെന്നുള്ള ഒരു ഉപദേശം കൂടി നമ്മുടെ സത്യഭാമ ചേച്ചി തീർച്ചയായിട്ടും നടി രേഖ രതീഷിന് കൊടുക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതൊരു വിഷയം എടുത്താലും വളരെ മോശമായ ബോഡി ഷേമിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സത്യഭാമ സ്വീകരിക്കുന്ന നിലപാടുകൾ വളരെ മോശമാണ്. അപ്പോൾ തീർച്ചയായും സ്ത്രീത്വത്തിനെതിരെ തന്നെ, സ്ത്രീകൾക്കെതിരെ തന്നെ വിമർശനങ്ങൾ വളരെ കടുത്ത ഭാഷയിൽ ഉന്നയിക്കുന്നതാണ് നമുക്ക് ഈ അടുത്തിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവരുടെ അഭിപ്രായത്തോട് നമുക്ക് തീർച്ചയായിട്ടും യോജിക്കാൻ വേണ്ടി പറ്റുകയില്ല. അവസാനത്തെ കാര്യം ശരിയാണ്, ചില ഒരു ഗ്യാപ്പ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ നടി രേഖ രതീഷിനെതിരെ വരുന്ന വിമർശനം എന്ന് പറയുന്നത് ഓൺലൈൻ സാരി ഷോപ്പിങ്ങിനെ പറ്റിയിട്ട് അവർ തീർച്ചയായിട്ടും പുതിയൊരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും അവർക്ക് വർക്കുകളൊന്നും 9 മാസമായിട്ടില്ല, അവർക്ക് റീച്ചും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പുതിയ ഒരു ഉഡായിപ്പുമായിട്ടാണ് നടി രേഖ രതീഷ് വന്നത് എന്നും അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തത് എന്നാണ് വ്യാപകമായ വിമർശനം. നമുക്ക് ആദ്യമായിട്ട് ആ ഒരു ഓൺലൈൻ സാരി കമ്പനിയെ കുറിച്ച് അവരുടെ ഒരു വീഡിയോ, നമുക്ക് അതിന്റെ ക്ലിപ്പുകളൊന്ന് കാണാം. ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം, അതിനുള്ള തയ്യാറെടുപ്പ്. യാത്രയിൽ എനിക്കൊപ്പം ഈശ്വറും കൃഷ്ണയും ഉണ്ടായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. പക്ഷേ അതൊന്നും കൊണ്ട് നമ്മൾ തളരില്ലല്ലോ. ക്ഷീണം മാറ്റാൻ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാഞ്ചീപുരം സാരിയുടെ ഒരു വലിയ ലോകത്തെത്തിപ്പെട്ടു. ഏകദേശം നിങ്ങൾക്ക് കാര്യം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി പറയട്ടെ എന്റെ ആ തീരുമാനം. ഞാൻ ഇവിടുന്ന് തുടങ്ങിയാണ്. ഞാൻ ബ്രാൻഡിംഗ് പാർട്ണർ ആയിട്ടുള്ള ലോട്ടസ് ലൂം എന്ന ഓൺലൈൻ സാരി ഷോപ്പ്. പർച്ചേസ് എല്ലാം ഓക്കെ ആക്കി. അടുത്ത വീഡിയോയിൽ ലോട്ടസ് ലൂമിന്റെ ലോഗോ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്ക്
മുന്നേ ഉള്ള ഒരു പരസ്യ പ്രചാരണം എന്ന നിലക്കാണ് ഇത്തരം ഒരു വീഡിയോ അതും സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ നടി രേഖാ രതീഷ് പുറത്തുവിട്ടത് എന്നാണ് തികച്ചും ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോഴും ഒരു പരാതിയായിട്ട് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചു കാലം വിട്ടുനിന്നതായിരുന്നു. കാര്യമായ റീച്ചും കാര്യങ്ങളൊന്നും അവരുടെ ചാനലിന് ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽപ്പെട്ട ഒരു വീഡിയോ തീർച്ചയായിട്ടും പുറത്തുവിടുന്നത് കൂടി അവരെ മാധ്യമങ്ങളും അതുപോലെ തന്നെ യൂട്യൂബേഴ്സും എല്ലാം ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും അതൊരു പരസ്യമാക്കി മാറ്റാമെന്ന രീതിയിലാണ് എന്നാണ് വ്യാപകമായ വിമർശനം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളതെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഓൺലൈനിൽ നടക്കുന്ന ഈ വ്യക്തിഹത്യ തീർച്ചയായിട്ടും ഒരു പരിധി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ നമുക്ക് രേഖാ രതീഷിനെ പിന്തുണയ്ക്കാം. അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ 4 കല്യാണം കഴിക്കുകയോ 5 കല്യാണം കഴിക്കുകയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെയും അവരുടെ മകനെയും അവരുടെ കുടുംബത്തെയും ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ അവരുടെ മകൻ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ ബോധവാനായ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം. തീർച്ചയായും അതിൽ അഭിപ്രായം പറയേണ്ടത് നമ്മളല്ല, അവരുടെ കുടുംബക്കാരാണ്. പിന്നെ അവർ കല്യാണം കഴിക്കുന്നത് കാര്യമൊക്കെ തീർച്ചയായിട്ടും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യവുമാണ്. അതിലൊന്നും അഭിപ്രായം പറയേണ്ട കാര്യം യൂട്യൂബേഴ്സിനോ അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾക്കോ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.